ഹലോ, ഇന്ന് പാർട്ടികളിലും അല്ലാതെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മധുരച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീട്രൂട്ടും ഈന്തപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ 2 കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലുതായതുകൊണ്ടാണ് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കൂടുതൽ നേരം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കളറൊന്നും മാറി വരരുത്. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അരച്ച് ചേർക്കുന്നതിനേക്കാളും. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ക്വാണ്ടിറ്റിക്ക് ഇത് നല്ല കറക്റ്റായിട്ടുള്ള എരിവായിരിക്കും. പിന്നെ എപ്പോഴും മുളക് പൊടി ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് എണ്ണയിലിട്ടിട്ട് മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 25 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എടുത്ത് ഈന്തപ്പഴം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴമാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ട് ചേർക്കാം. അതല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈന്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീട്രൂട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഏകദേശം വലിപ്പമുള്ള ബീട്രൂട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ക്രഷ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യാം. അരച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചേർക്കുന്നതാണ്. ഇനി ഇത് ഈന്തപ്പഴത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമുക്ക് അധികം നേരം ഒന്നും ഇത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീട്രൂട്ടും ഈന്തപ്പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ അച്ചാർ കിട്ടേണ്ടത്. അധികം നേരമൊന്നും കുക്ക് ചെയ്തെടുത്തിട്ടില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം ബീട്രൂട്ട് അച്ചാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം കേടുകൂടാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനി പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തും അല്ലാതെയൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്